അപ്പൊ നമ്മള് 2 ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പുറത്ത് ചെറിയൊരു കനാല് പോലെ കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് റൂട്ട്. കുഞ്ഞു കുഞ്ഞു വഞ്ചികളൊക്കെ സ്പോട്ട് ആവുന്നുണ്ട് ഇവിടെ. കണ്ടാ ക്യൂട്ടായിട്ടുള്ള വഞ്ചികൾ. നമ്മളിതിപ്പോ എവിടെ വന്നേക്കണേ? നമ്മൾ ഈ നോർത്ത് പറവൂര് കഴിഞ്ഞിട്ട് മറ്റേ കുഴുപ്പിള്ളി ബീച്ച് എന്ന് പറയാൻ അടുത്തായിട്ടാണ്. നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. ചുറ്റും എല്ലാം വെള്ളം കയറിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ചേച്ചി കക്ക വരുന്നുണ്ട് കേട്ടോ. സൂം ചെയ്യുമ്പോ ഒരുപാട് അറിയാൻ പറ്റില്ല. 2 ചേച്ചിമാരുണ്ടോ? കക്ക വരുന്നുണ്ട്. അടിപൊളി സ്ഥലം, നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കാട്ടിലൊക്കെ വെള്ളമല്ലേ, ഐസാണ്. ചൂണ്ടല്ലേ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഴുപ്പള്ളി ബീച്ചല്ലേ. വെള്ളം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊക്കക്കോള വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരീരത്തിന് നല്ല എന്നാലും ഇടയ്ക്കൊക്കെ ആവാം. ഒരു ചെറിയ ബോട്ടിലാട്ടോ വാങ്ങിച്ചേക്കണം, കുഞ്ഞിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചേട്ടൻ്റെ വ്ലോഗ് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ആ ചേട്ടൻ്റെ ഫുഡിനെ പറ്റി. അപ്പോൾ ഞാനപ്പം പ്രതീക്ഷിക്കാതെ കണ്ടതാണ്. കണ്ടപ്പോൾ എന്തായാലും വാങ്ങണമെന്ന്, വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഫുഡ് ഇൻ കായൽക്കര നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ഒക്കെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഈ ഫുഡൊക്കെ ഇവിടെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് വേസ്റ്റൊക്കെ തിരിച്ച് കൊണ്ടുപോകട്ടെ. ഇവിടെ കുറേ ആൾക്കാർ വൃത്തിയോടൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതാണ് ഫുഡ്. ആ പുള്ളി വിശക്കണൂന്ന് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഒരാൾ വന്നിട്ട് വിശക്കണു. പക്ഷേ ആളുടെ വീഡിയോ, ആളുടെ മുഖം കിട്ടിയില്ല എനിക്ക്. നല്ല നൈസായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. സോ ചില്ലി ചിക്കൻ ഇത് കോമ്പേട്ട 120 റുപ്പീസാണ് വരുന്നത്. കഴിച്ച എങ്ങനെ ഉണ്ടെന്ന് പറയാം, പറഞ്ഞേ. എങ്ങനെയുണ്ട്? അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടല്ലോ. എല്ലാരും ഇടയ്ക്കെങ്കിലും പുറത്തൊക്കെ വന്ന് കഴിക്കുക. നൈസ് വൈബ്. വെള്ളം കായൽക്കര എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വെള്ളവും ഫുഡും. സോ ഇതാണ് ആ ചേട്ടൻ്റെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ശ്രീമോൻ, അപ്പോൾ നമ്മൾ ഫുഡ് സക്സസ്ഫുള്ളി നമ്മളപ്പോൾ ഫുഡ് സക്സസ്ഫുള്ളി ഡെലിവേർഡ് ടു സ്റ്റൊമക്ക് അല്ലേ. നൈസ് വൈബില് നമ്മൾ വയർ നിറച്ച ഫുഡ് കഴിച്ചു ഗൈസ്. നല്ല വ്യൂ ആണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ദൂര സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പിന്നെ നല്ല എക്സ്പെൻസീവായിട്ട് പോകണമെന്നൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലെയുള്ള ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പാടുന്നില്ല, നമ്മുടെ പറവൂരിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. ഒരു 2-3 കിലോമീറ്റർ അപ്പോൾ കാണാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിൽ വന്നാൽ ഈ പ്ലേസ് കാണാം. ചുറ്റും വെള്ളമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ആണ് മറ്റേ ബീച്ചൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം എന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും വരിക. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടികൾ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒക്കെ വരിക, കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുക. പ്രത്യേക വൈബ് കിട്ടും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അവിടെ കുറച്ച് ചേച്ചിമാർ കക്ക വരുന്നുണ്ട്. അറ്റത്ത് നിൽക്കുന്ന ചേട്ടനാണോ ചേച്ചാന്ന് മനസ്സിലാവണില്ല. ചേട്ടനാന്ന് തോന്നുന്നു. ഈ ചേച്ചി കക്ക വരികയാണ്. ആ ചേട്ടനോട് വഞ്ചിയിൽ വല വീശാന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഉള്ളിൽ കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടു ഇതിൻ്റെ ഉള്ളിൽ. കണ്ട ഞങ്ങൾ കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് എടുത്ത് കൊണ്ടുപോകട്ടെ. ഞങ്ങളെടുത്ത് വേറെ എവിടെ ഇടില്ല. അത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോയെന്നൊന്നും ആരും പറയാൻ നിൽക്കരുത്.